ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കാണിക്കുന്നത്. ബീഫ് കോഫ്ത കറിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഇതിലേക്ക് 500 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ബോൺലെസ് ബീഫാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മിൻസ്ഡ് ബീഫ് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഒരു മുട്ടയുടെ പകുതി കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം മീഡിയം സൈസ് ബോൾസ് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കോഫ്ത ബോൾസ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഉള്ളി വേവത്തില്ല. ഒരു സൈഡ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. കോഫ്ത ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു വലിയ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സവാള ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. സവാളയുടെ കളർ മാറുന്നവരെ സോട്ട് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി, 3 പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തക്കാളി കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളി ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാലാണ് ആഡ് ചെയ്യുന്നത്. അതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കോഫ്ത ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിയില ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി തേങ്ങയുടെ 1ാം പാലാണ് ആഡ് ചെയ്യുന്നത്. 1ാം പാലൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി.
കറിയുടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഈ കറി ചപ്പാത്തി പൊറോട്ടയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.